കേരളത്തിൽ നടന്നിട്ടുള്ള 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുകൾ വന്നേക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോരോ വീഡിയോകളിലായിട്ട് ഓരോ മണ്ഡലങ്ങളെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. ഇപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടായിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു മണ്ഡലം പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലമായിരുന്നു. അവിടെ നിങ്ങൾക്കറിയാം, ഷാഫി പറമ്പിൽ വടകരയിൽ പോയി മത്സരിച്ച് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കെ.സി. വേണുഗോപാൽ മുതൽ വി.ഡി. സതീശൻ മുതൽ ഷാഫി പറമ്പിൽ വരെയുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമായിരിക്കും. കെ.സി. വേണുഗോപാലിൻ്റെ പ്രശ്നം, കെ.സി. വേണുഗോപാലിന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെ വടകരക്ക് അയച്ചത് എന്ന് നമുക്കറിയാം. രണ്ടാമത്തേത് വി.ഡി. സതീശനും ഷാഫി പറമ്പിലും കൂടിയാണ്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലാണ് സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നും അങ്ങനെ നിർത്തിയാൽ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തേക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഒരു വിധത്തിൽ വലിയ പ്രശ്നമാകാവുന്ന കാര്യമാണ് അവിടെ തോറ്റിരുന്നെങ്കിൽ. എന്തായാലും അതൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം കോൺഗ്രസ്സിന് സമ്മാനിച്ചിരിക്കുന്നു. ഇതേ കൂട്ടത്തിൽ എനിക്ക് കൂടി ഇത് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ എൻ്റെ ഒരു വീഡിയോയിലൂടെ പ്രവചിച്ചിരുന്നതാണ് 18,600 വരുന്ന ഭൂരിപക്ഷം കിട്ടും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്. ഇപ്പോൾ ആദ്യം കാണിച്ചിരുന്ന ഭൂരിപക്ഷം 18,689 എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു ഫൈനൽ ചേഞ്ചൊക്കെ വന്നിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 18,840 അതായത് ഞാൻ പറഞ്ഞതിൽ നിന്നും ഏതാണ്ട് 240 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആ അസംബ്ലി നിയോജക മണ്ഡലം ഒന്ന് പുനഃക്രമീകരിച്ചതിന് ശേഷം വരുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. നമുക്കറിയാം 2021 അതായത് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇ. ശ്രീധരൻ അവരെ ഗംഭീരമായൊരു പോരാട്ടം BJPക്ക് വേണ്ടി നടത്തിയിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അതൊന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നഗരസഭയിൽ നിന്ന് വലിയ ഭൂരിപക്ഷം, ഏതാണ്ട് 8,000-8,000-ത്തിലധികം വരുന്ന ഭൂരിപക്ഷം അവിടെ ഇ. ശ്രീധരന് കിട്ടിയിരുന്നു. പക്ഷേ പിരായിരി എന്ന് പറയുന്ന ഒരു വളരെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ ഭൂരിപക്ഷമുള്ള ആ പിരായിരി പഞ്ചായത്തിൽ നിന്നുള്ള ഭൂരിപക്ഷം കൊണ്ടാണ് അത് റദ്ദ് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് ബാക്കിയുള്ള 2 സ്ഥലങ്ങളിലെയും ചെറിയ മാർജിനുകളൊക്കെ കൊണ്ട് ഷാഫി ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷത്തെ മറികടക്കും എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ 6 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ശരിയായിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിരുന്നു, ഇതൊരു വലിയ റിസ്ക് അല്ലേ, കാരണം അത്ര വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല. ഈവൻ കോൺഗ്രസ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഒരു 10,000-ന് മുകളിൽ കയറി ജയിക്കും എന്നാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് 18,600 എന്ന് പറഞ്ഞത്. ആ ഭൂരിപക്ഷം ഇപ്പോൾ ശരിയായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ അവിടെ ശ്രീകണ്ഠൻ മത്സരിച്ചപ്പോൾ പോലും ആ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം പോലും 9,707 എന്ന് പറഞ്ഞാൽ അതിനെയും ഇത് മറികടന്നിരിക്കുന്നു. അതിൻ്റെ ഇരട്ടിയോളം ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. ഇനി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ, ആദ്യം 2011 മത്സരിക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിക്കുന്നത്. 1.5% വോട്ടിൻ്റെ വ്യത്യാസമേ എതിർ സ്ഥാനാർത്ഥിയുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, കെ ദിവാകരനുമായി. പിന്നീട് 2016 അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് 17,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിക്കുന്നത്. ആ മത്സരത്തിന് പക്ഷേ ചില പ്രത്യേകതകളുണ്ട്. കാരണം ആ മത്സരത്തിലാണ് ഷാഫി അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിട്ടുള്ളത്. ആ വോട്ട് പിടിച്ചിട്ടുള്ളത് 57,000-ത്തിലധികം വരുന്ന വോട്ടുകളാണ്. 42% വരുന്ന വോട്ട് ഷെയറും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടിനെയും മറികടന്നുകൊണ്ട് അവിടെ വലിയൊരു പെർഫോമൻസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയേക്കുന്നത്. ഇത്തവണ 58,389 വോട്ടുകളും 17,400 ഭൂരിപക്ഷം മറികടന്ന് 18,840 കൂടാതെ ഏതാണ്ട് ഒരു 42% വോട്ടുകളും തന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചുവരവാണ് അവിടെ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ BJP തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പഴയ പോലെ തന്നെ ഞാൻ ക്രൈം നന്ദകുമാറിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തോട്, ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ക്രൈമിൽ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, BJPയുടെ ഒരു അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിയോടൊക്കെ ഉള്ള ഒരു ആരാധനയടക്കം BJPയുടെ ഒരു ഇമേജിനടക്കം വലിയ ഇടിവ് പറ്റിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ വോട്ടുകൾക്ക് വലിയ കുറവുണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. സാധാരണ BJPക്ക് വലിയ തോതിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഇത്തവണ BJP പുറകിലോട്ട് പോയിരിക്കുന്നു. അത് നമുക്ക് വിശദമായി പരിശോധിക്കാം. പക്ഷേ UDFിൻ്റെ സാധ്യത 58,389 വോട്ടുകളാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അത് തന്നെ 2021 ഷാഫി പിടിച്ച 54,079 വോട്ടുകളേക്കാൾ 4,300 വോട്ടുകൾ കൂടുതലാണ് എന്ന് നിങ്ങൾ അറിയണം. 4,300 വോട്ടുകൾ.
കൂടാതെ ലോക്സഭയിൽ ശ്രീകണ്ഠന് കിട്ടിയിട്ടുള്ള 52,779 വോട്ടുകൾ, അതിനേക്കാളും ഏതാണ്ട് ഒരു 5,000-ത്തിലധികം വരുന്ന വോട്ടുകൾ കൂടുതലാണ് ഇത്തവണ പാലക്കാട് നിയമസഭയിൽ നിന്ന് പിടിച്ചേക്കുന്നത്, മൊത്തം നിയോജക മണ്ഡലത്തിൽ നിന്ന് പിടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒന്ന് നഗരസഭയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. പിന്നീട് LDFനും അതുപോലെ തന്നെ NDAക്കും BJPക്കും ഒക്കെ എന്താണ് നഷ്ടങ്ങളുണ്ടായത്, എന്താണ് നേട്ടങ്ങളുണ്ടായത് എന്നുള്ളത് കൂടി വിശദമായി നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേത് നഗരസഭയാണ്. നഗരസഭയിൽ കഴിഞ്ഞ തവണ NDA പിടിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 34,143 അതായത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വോട്ടുകളാണ് ഞാൻ പറഞ്ഞത്. 34,143 ഇത്തവണ നഗരസഭയിൽ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 27,077 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 7,066 വോട്ടുകൾ അവർക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 2021 നിയമസഭയിലേക്ക് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ 7,066 വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഇതും കൃത്യമായി നിങ്ങളോട് എൻ്റെ അനാലിസിസിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും ഈ ശ്രീധരൻ, അത് ഇപ്പോഴും എടുത്തിട്ടുള്ള വീഡിയോയുടെ ടൈറ്റിൽ കിടക്കുന്നത് പോലും അതാണ്, ഈ ശ്രീധരൻ പിടിച്ച വോട്ട് അവിടെ ഒരു കാരണവശാലും നമ്മുടെ ഈ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാർ അവിടെ പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് പറയുമ്പോൾ പോലും ഞാൻ നഗരസഭയിൽ ഇത്രത്തോളം കുറവുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ നഗരസഭയിൽ പോലും 7,066 വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. അവിടെയാണ് പലപ്പോഴും BJP കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് വളരെ കൃത്യമായി BJPക്ക് മെജോറിറ്റി കിട്ടുന്ന സ്ഥലം. ലോക്സഭയിൽ പിടിച്ചിട്ടുള്ള 29,355 വോട്ടുകൾ, അതായത് C. കൃഷ്ണകുമാർ തന്നെയാണ് ഈ 2024 ലോക്സഭയിലേക്ക് മത്സരിച്ചത്. ആ മത്സരിച്ചപ്പോൾ പിടിച്ച വോട്ടുകൾ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. അതിനേക്കാളും 2,200ഓളം വോട്ടുകൾ കുറവായിരുന്നു എന്ന് ചുരുക്കം. അപ്പം ഇത്തരത്തിൽ വലിയ തോതിലുള്ള വോട്ടിൻ്റെ കുറവ് അവിടെ ഉണ്ടായിട്ടിരിക്കുന്നു. ഇനി അത് ആർക്കാണ് പോയത് എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കാം. നഗരസഭാ അതിർത്തിയിൽ, പാലക്കാട് നഗരസഭാ അതിർത്തിയിൽ UDF അവിടെ 2021 പിടിച്ചത് 28,858 വോട്ടുകളാണ്. 2021, അതായത് ഈ ശ്രീധരൻ മത്സരിക്കുന്ന, ഷാഫി പറമ്പിലായിട്ട് മത്സരിക്കുന്ന 2021 പിടിച്ച് 28,858 വോട്ടുകളാണ്. പക്ഷേ ഇത്തവണ അവിടെ കോൺഗ്രസ് പിടിച്ചിട്ടുള്ളത് 30,543 വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ 1,685 വോട്ടുകൾ അവിടെ കൃത്യമായി കൂടുതൽ പിടിച്ചിട്ടുണ്ട് UDF. അതായത് വലിയ നേട്ടമുണ്ടായിട്ടുള്ളത് UDFനാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ലോക്സഭയിൽ ശ്രീകണ്ഠൻ പിടിച്ചത് പോലും 27,905 വോട്ടുകളാണ്. അപ്പോൾ അതിനേക്കാളും വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ഇത്തവണത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധിച്ചു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 1,685 വോട്ടുകളാണ്. ബാക്കി വരുന്ന 7,066 ഏതാണ്ട് ഒരു 5,000-ത്തിലധികം വരുന്ന വോട്ടുകളുണ്ടല്ലോ, 5,400ഓളം വരുന്ന വോട്ടുകൾ അതെവിടെ പോയി എന്നുള്ളതാണ്. അതുകൂടി നമുക്ക് പരിശോധിക്കാം. അത് LDF പിടിച്ചിട്ടുണ്ടോ എന്ന്. LDFന് 2024, അതായത് ഇപ്പം ഈ കഴിഞ്ഞ നിയമസഭയിലേക്ക് നടന്നിട്ടുള്ള മത്സരത്തിൽ നഗരസഭയിൽ നിന്ന് മാത്രം, പാലക്കാട് നഗരസഭയിൽ നിന്ന് മാത്രം കിട്ടിയേക്കുന്നത് 16,412 വോട്ടാണ്. 2021 അവർക്ക് കിട്ടിയത് 16,455 വോട്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ 43 വോട്ടിൻ്റെ കുറവാണ് ഇത്തവണ LDFന് ഉണ്ടായിട്ടുള്ളത്. LDFന് അത്തരത്തിൽ കൂടുതലായിട്ട് വോട്ടൊന്നും കിട്ടിയിട്ടില്ല. ലോക്സഭയിൽ 16,356, അതിനേക്കാൾ കുറവാണ്. അപ്പോൾ ലോക്സഭയിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം, വളരെ ചെറിയ തോതിലുള്ള ഒരു മെച്ചപ്പെട്ട പ്രകടനം, 10-60 വോട്ടിൻ്റെ മെച്ചപ്പെട്ട പ്രകടനം LDF നടത്തിയിട്ടുണ്ട്. പക്ഷേ 6,000 വോട്ട് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്തരം വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടില്ല, അത് കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPയും CPM ഒക്കെ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ടെന്നും ഒരു അന്തർധാര ഉണ്ടെന്നും ഒക്കെ തോന്നിയിട്ടുള്ള ആളുകൾക്ക് BJPയോടുള്ള ഒരു ആഭിമുഖ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യമെങ്കിൽ, രണ്ടാമത്തേത് അവിടെ നഗരസഭ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയാണ്. അവിടെ വികസനമില്ലാത്തതും വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതും അവിടെ ടൗൺ ഹാൾ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുമെല്ലാം തന്നെ ജനങ്ങൾക്ക് വലിയ തോതിൽ ഒരു വിപ്രതിപത്തിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പോലും സുരേന്ദ്രൻ പറയുന്നത് എല്ലാ നിയമസഭകളിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വോട്ടുകൾ കുറയാറുണ്ടെന്നാണ്. 1-2 തിരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കറക്റ്റാണ്. പക്ഷെ അതുപോലും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം വോട്ട് കുറയാൻ കാരണം BJPക്ക് ജയസാധ്യത ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇത്തവണ BJPക്ക് ജയിച്ച് കയറാവുന്ന ഒരു മണ്ഡലമായി തന്നെ പാലക്കാടും കൃഷ്ണകുമാറിനെയും ഒക്കെ ആളുകൾ കണ്ടിരുന്നു. അങ്ങനെ കണ്ടിട്ട് പോലും യഥാർത്ഥത്തിൽ ഒരു വോട്ടിന് മേൽക്കൈ നേടാനായിട്ട് അവിടെ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. രണ്ടാമത്തെ ഒരു കാര്യം, പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് കൃഷ്ണകുമാറിന് ഒരു ഇമേജ് ഉണ്ടെന്നും അത് ജനങ്ങൾക്ക് മടുത്തു എന്നും പറയുന്നുണ്ട്. പിന്നെ K. സുരേന്ദ്രൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം,
ഞങ്ങൾക്ക് സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് ചേലക്കരയിൽ അവിടെ വോട്ട് 3000-4000 വോട്ട് കൂടുകയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ചേലക്കര അനലൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ന്യായീകരണമില്ല. കൃത്യമായി BJPക്ക് അവിടെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പരിശോധിക്കാനുള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആകെ തന്നെ LDFനും NDAക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടിയാണ്. NDAക്ക് അവിടെ ഈ കഴിഞ്ഞ തവണ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത്തവണ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയേക്കുന്നത് 39,389 വോട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 50,220 വോട്ടാണ്. അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കിട്ടിയത് മൊത്തം ശ്രീധരൻ പിടിച്ചത് 50,220 വോട്ടാണ്. അതിനേക്കാൾ 10,831 വോട്ടുകൾ കുറവാണ് കിട്ടിയേക്കുന്നത് ഈ BJPക്ക്. പിന്നെ ലോക്സഭയിലേക്കാണെങ്കിൽ അവർക്ക് കിട്ടിയത് 43,072 ആണ്. ആ 43,072 പിടിച്ചത് C. കൃഷ്ണകുമാർ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും 3,683 വോട്ടുകൾ കൂടി കുറവാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു, ശ്രീധരൻ പിടിച്ച വോട്ട് അവിടെ പിടിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ ശ്രീധരൻ പിടിച്ച വോട്ടല്ല, കൃഷ്ണകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടിനേക്കാളും 3,683 വോട്ട് കൂടി കുറവാണ് ഇത്തവണ BJPക്ക് കിട്ടിയത്. അത് BJPയുടെ സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം. പിന്നെ അടുത്തതിന് നമ്മൾ നോക്കാനുള്ളത് LDFൻ്റെ ഒരു നേട്ടത്തെക്കുറിച്ചാണ്. മറ്റ് പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. ആ പഞ്ചായത്തുകൾ ഞാൻ നോക്കാത്തതിൻ്റെ കാര്യം, അത് പിരായരിയിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയേക്കുന്നത് കോൺഗ്രസ്സിനാണ്. അവിടെയാണ് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ളത്. പിന്നെ മാത്തൂരും അതുപോലെ മറ്റ് 2 പഞ്ചായത്തുകളിലൊക്കെ ഏകദേശം ഒരുപോലെ നിൽക്കുകയും ഇത്തവണ ചെറിയ തോതിലുള്ള ഭൂരിപക്ഷം അവിടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അടുത്തത് LDF ആണ്. LDFന് മൊത്തത്തിൽ ഇത്തവണ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 37,293 വോട്ടാണ്. ആ 37,293 വോട്ടെന്ന് പറയുന്നത് 2021 കിട്ടിയ 36,433 വോട്ടുകളാണ്. അതിനേക്കാൾ 860ഓളം വരുന്ന വോട്ടുകളുടെ കൂടുതലാണ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളത്. അതായത് 860 വോട്ടുകളാണ് ആകെ അവിടെ കൂടിയേക്കുന്നത് എന്ന് ചുരുക്കം. വലിയ തോതിൽ കൂടുതലുണ്ടാവില്ല എന്നും P. സരിന് ഒരുപക്ഷെ വോട്ട് കുറയുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇത് യഥാർത്ഥത്തിൽ P. സരിൻ്റെ വോട്ടല്ല. ഇത് മാത്തൂരും അതുപോലെ തന്നെ CPMന് വലിയ പ്രാമുഖ്യമുള്ള മറ്റൊരു പഞ്ചായത്തിലും ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ CPM ഇത്തവണ കുറേ കൂടി വർക്ക് ചെയ്യുകയും കൃത്യമായി പണിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ 860 വോട്ട് തന്നെ കൂടിയേക്കുന്നത്. യഥാർത്ഥത്തിൽ P. സരിൻ പറഞ്ഞതുപോലെ എൻ്റെ IAS വിട്ടിട്ട് പോകുന്ന ഒരാൾ ഡോക്ടർ എന്നൊക്കെയുള്ള നിലക്കുള്ള ഒരു ഇമേജിൽ ശ്രീധരന് കിട്ടിയ പോലെ വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് അർബൻ ഏരിയയിൽ നിന്നാണ്, പാലക്കാട് നഗരസഭയിൽ നിന്നാണ്. പക്ഷെ അവിടെ യാതൊരു വിധത്തിലുള്ള മെച്ചവും P. സരിന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല 43 സീറ്റുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് P. സരിൻ്റെ മെച്ചം കൊണ്ടല്ല, വെറും 860 വോട്ടിൻ്റെയാണ് ആകെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ലോക്സഭയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ടൊരു 34,640 വോട്ടുകളാണ് ലോക്സഭയിൽ കഴിഞ്ഞ തവണ LDFന് കിട്ടിയത്. അതിനെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2,000ഓളം വോട്ടിൻ്റെ 1,800ഓളം വോട്ടുകളുടെ കൂടുതൽ ഇത്തവണ LDFന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ശ്രീധരനിലേക്ക് പോയ വോട്ടുകളിൽ നിന്ന് മഹാഭൂരിപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിലേക്കും അതുപോലെ തന്നെ ഏതാനും ചില വോട്ടുകൾ മാത്രം നമ്മുടെ LDFിലേക്കും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇവിടെ എങ്കിൽ പോലും LDFനൊരു മെച്ചമുണ്ടായിട്ടുണ്ട്. ആ മെച്ചമെന്ന് പറയുന്നത് ഇത്തവണ 37,293 വോട്ടുകളാണ് LDFന് കിട്ടിയതെങ്കിൽ കേവലം 39,389 വോട്ടുകൾ മാത്രമാണ് BJPക്ക് NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ സെക്കൻഡും തേർഡും തമ്മിലുള്ള വ്യത്യാസം വെറും 2,096 എന്നുള്ള ലെവലിലേക്ക് 2,000 വോട്ടുകളിൽ ചില്ലാനോ എന്നുള്ള വ്യത്യാസത്തിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏതാണ്ട് 2016 ഉണ്ടായിരുന്ന അതേ വ്യത്യാസം തന്നെയാണ്. അതിനുമുമ്പ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം അതാണ്. ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ NN കൃഷ്ണദാസുമായിട്ട് ഇതുപോലെ വളരെ ചെറിയൊരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചെറിയ വ്യത്യാസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് LDFന് തീർത്തും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ സരിൻ പറഞ്ഞ പോലെ ശ്രീധരനെ പോലെയുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് 1% വോട്ട് പോലും സരിന് കിട്ടിയിട്ടില്ല. അതുപോലെ C. കൃഷ്ണകുമാർ ഒരു കാരണവശാലും 53,000 വോട്ട് 50,000-ലധികം വരുന്ന വോട്ടുകൾ ശ്രീധരൻ പിടിച്ചതിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ C. കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ പിടിച്ചിട്ടുള്ള വോട്ടുകൾ പോലും അതിൻ്റെ അടുത്ത് പോലും നഗരസഭയിൽ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. മുനമ്പം ഇഷ്യൂ പോലെയുള്ള ഇഷ്യൂകളൊക്കെ തന്നെ അവിടെ ബാധിക്കുകയും അവിടെയുള്ള ഒരു 5,000-6,000 വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു 1,500-2,000 വോട്ടുകളോ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം
വൃഥാവിലായ സ്വപ്നങ്ങളുമായി അവശേഷിച്ചിരിക്കുന്നു. പി സരീൻ പറഞ്ഞതുപോലെ 63,000 വോട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞത് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ തരത്തിലും UDFന് വേണ്ടി ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പുനഃക്രമീകരണത്തിന് ശേഷം 57,559 വോട്ടുകളാണ് അവിടെ ഷാഫി പിടിച്ചതെങ്കിൽ അതിനേക്കാൾ 1000 വോട്ടുകൾ കൂടി കൂടുതൽ പിടിച്ചുകൊണ്ട് 58,389 വോട്ടുകളിലേക്കും അവിടെ 42% എന്നുമുള്ള കോൺഗ്രസിൻ്റെ ഒരു എക്കാലത്തെയും മികച്ച പെർസെൻറ്റേജിലേക്കും കൂടി എത്തിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 42% എന്നുള്ളതും ഈ വോട്ടുകളുമെല്ലാം തന്നെ ശതമാനക്കണക്കിൽ നോക്കിയാൽ കൃത്യമായിട്ട് കോൺഗ്രസിനും കുറഞ്ഞു വരികയാണ്, അതുപോലെ CPMനും കുറഞ്ഞു വരികയാണ്. അവിടെ കൂട്ടിക്കൊണ്ടിരുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആദ്യം രാജഗോപാൽ 2006 മത്സരിക്കുമ്പോൾ അവിടെ 25%-ലേക്ക് എത്തി. തൊട്ടടുത്തയാൾ മത്സരിച്ചപ്പോൾ 2011 അത് 20%-ലേക്ക് എത്തി. 2020 അടുത്ത തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും അത് വീണ്ടും 28, 30, 29%-ലേക്ക് എത്തി. അങ്ങനെ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രൻ അന്ന് 29%, 10%-ഓളം വോട്ട് വർദ്ധിപ്പിച്ചു. അതിനുശേഷവും വീണ്ടും നമ്മുടെ ശ്രീധരൻ മത്സരിച്ചപ്പോൾ വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ ഗണ്യമായിട്ടുള്ള വർധനമുണ്ടായി. 10% ഇല്ലെങ്കിലും ഒരു 6-7%-ഓളം വർധനമുണ്ടായി. അപ്പോൾ ആ വർധനമുണ്ടായതിൽ നിന്ന് BJP ഇത്തവണ പുറകോട്ട് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മുനമ്പം ഇഷ്യൂവും മതപരമായ വിഭാഗീയതകളും എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജിലുമൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് ആളുകളെ മതപരമായി വിഭജിക്കാനും ഭിന്നിപ്പിക്കാനും അതുവഴി വോട്ട് നേടാനുമുള്ള തന്ത്രങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കൂടാതെ എൻ്റെ പ്രവചനം ശരിയായി എന്നുള്ളതിലും.